സമസ്ത മുഷവറ യോഗത്തിൽ നിന്നും പ്രസിഡന്റായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയെന്ന വാർത്ത സ്ഥിരീകരിച്ച് ബഹാവുദ്ദീൻ നദ്വിയുടെ ഓഡിയോ സംഭാഷണം പുറത്തു വന്നിരിക്കുകയാണ്. പ്രസിഡന്റ് ഇറങ്ങിപ്പോയെന്ന വാർത്ത നിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സമസ്ത പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നുവെങ്കിലും മുഷവറ യോഗത്തിൽ നിന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയെന്ന് വ്യക്തമാക്കുന്നതാണ് ബഹാവുദ്ദീൻ നദ്വിയുടെ ഓഡിയോ ക്ലിപ്പ്. ഉമർ ഫൈസി മുക്കത്തെ ചൊല്ലി യോഗത്തിൽ വാക്കുതർക്കമുണ്ടായെന്ന് ബഹാവുദ്ദീൻ നദ്വിയുടെ ഓഡിയോ ക്ലിപ്പിൽ ഉണ്ട്. യോഗത്തിൽ ചിലരെ ഉദ്ദേശിച്ച് ഉമർ ഫൈസി കള്ളന്മാർ എന്ന പ്രയോഗം നടത്തി. ഇതേ തുടർന്നാണ് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയത്. സമസ്തയ്ക്ക് മുന്നിൽ വന്ന പരാതി ചർച്ചയ്ക്കെടുക്കേണ്ടേ എന്ന് യോഗത്തിൽ ചോദ്യമുയർന്നപ്പോൾ താങ്കളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് വരാൻ പോകുന്നതെന്നും ഉമർ ഫൈസി മാറിയിരിക്കണമെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു. മാറിയിരിക്കില്ലെന്നായിരുന്നു ഉമർ ഫൈസിയുടെ മറുപടി. ചർച്ച ചെയ്തോളൂ, ഞാൻ മാറിയിരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ എന്നും ഉമർ ഫൈസി പറയുന്നുണ്ട്. പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് മാറിയിരിക്കണമെന്നും എടവണ്ണപ്പാറയിലെ വിമർശനം സാദിഖ് അലി തങ്ങളെ ആണെന്നാണ് ജനങ്ങൾ മനസ്സിലാക്കിയതെന്ന് ബഹാവുദ്ദീൻ പറയുന്നതും ഓഡിയോ ക്ലിപ്പിൽ ഉണ്ടായിരുന്നു. അങ്ങനെ മനസ്സിലാക്കിയവർ കള്ളന്മാരാണെന്നാണ് ഉമർ ഫൈസി മറുപടി പറഞ്ഞത്. നിങ്ങളുടെ എന്താണ് ഞാൻ കട്ടതെന്ന് തിരിച്ചു ചോദിച്ചതും ഓഡിയോ ക്ലിപ്പിലുണ്ട്. കള്ളന്മാർ എന്ന് പറഞ്ഞത് കള്ളം പറയുന്നവർ എന്നാണ് ഉദ്ദേശിച്ചതെന്ന് ഉമർ ഫൈസി വ്യക്തമാക്കുന്നുണ്ട്. തർക്കം തുടർന്നതോടെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയത്. തർക്കങ്ങൾ പരിഹരിക്കാൻ ചേർന്ന സമസ്ത മുഷവറ യോഗത്തിൽ നിന്നാണ് അധ്യക്ഷനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയതായി സ്ഥിരീകരണമുണ്ടായിരിക്കുന്നത്. ഉമർ ഫൈസി മുക്കം നടത്തിയ കള്ളന്മാർ എന്ന പരാമർശത്തിന് പിന്നാലെയാണ് ഇറങ്ങിപ്പോയതെന്ന് മുഷവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി പിന്നീട് ഒരു സ്വകാര്യ മാധ്യമത്തോടും പറഞ്ഞു. സമസ്തയിൽ ഭിന്നത രൂക്ഷമാകുന്നതിനിടെ ഉമർ ഫൈസി മുക്കത്തിനോടുള്ള നിലപാട് കടുപ്പിക്കുകയാണ് സംഘടനയിലെ മുസ്ലിം ലീഗ് അനുകൂല വിഭാഗം. കഴിഞ്ഞ ദിവസം ചേർന്ന മുഷവറ യോഗത്തിൽ വിവാദ വിഷയങ്ങൾ നടപടി ഉണ്ടാകുമെന്ന് ലീഗ് അനുകൂല വിഭാഗം കണക്ക് കൂട്ടിയെങ്കിലും അതുണ്ടാകാതെ വന്നതോടെയാണ് നിലപാട് കടുപ്പിക്കുന്നത്. ഉമർ ഫൈസി അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കാൻ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാനാണ് ശ്രമം. മുസ്ലിം ലീഗ് സമസ്ത സമവായ ചർച്ചയ്ക്ക് പിന്നാലെ സമസ്ത യോഗവും വിവാദത്തിൽ കലാശിച്ചത് സമസ്ത നേതൃത്വത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുമുണ്ട്. അതേസമയം യോഗത്തിൽ വാഗ്വാദമുണ്ടായി ഉമർ ഫൈസിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങളുണ്ടായത്. കള്ളന്മാർ പറയുന്നതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഉമർ ഫൈസി പറഞ്ഞത് തന്നെ ലക്ഷ്യമിട്ടാണ്. അത് കേട്ട് ജിഫ്രി തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നിങ്ങനെയാണ് ബഹാവുദ്ദീൻ നദ്വി മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം ഉമർ ഫൈസിയുടേത് ധിക്കാരമാണെന്നും നടപടി വേണ്ടതാണെന്നും ബഹാവുദ്ദീൻ വ്യക്തമാക്കിയിരുന്നു. ഇറങ്ങിപ്പോക്ക് നിഷേധിച്ച് സമസ്ത ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിനെയും നദ്വി തള്ളിയിരുന്നു. സമസ്ത മുഷവറയിൽ നിന്നും പ്രസിഡന്റ് ഇറങ്ങിപ്പോയതായി എന്ന രീതിയിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു വാർത്താക്കുറിപ്പ്. അതേസമയം മുഷവറയിൽ ഉമർ ഫൈസിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര അച്ചടക്ക ലംഘനമെന്ന് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ വ്യക്തമാക്കിയിരുന്നു. സമസ്തയിൽ അധ്യക്ഷന്റേത് അവസാന വാക്കാണ്. അത് അനുസരിക്കേണ്ടത് സമസ്ത അംഗങ്ങളുടെ കടമയാണ്. സമസ്ത അധ്യക്ഷൻ പുറത്തു നിൽക്കാൻ പറഞ്ഞാൽ പുറത്തു നിൽക്കണമെന്നും അബ്ദുസ്സമദ് പൂക്കോട്ടൂർ വ്യക്തമാക്കി.